നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്താ? നമ്മൾ വികാരങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ കെട്ടിപ്പോക്കുന്നത്. വികാരങ്ങളിൽ കെട്ടിപ്പൊക്കിയ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, പാറമേൽ പണിത വീടും മറ്റേത് മണലിന്മേൽ പണിഞ്ഞ വീടും ഇതുപോലെ ആയിപ്പോവും. ഇന്ന് അനേക ക്രിസ്ത്യാനികളും സഭയിലൊക്കെ വരുന്നുണ്ട്, കിടന്ന് ആടുകയൊക്കെ ചെയ്യുന്നുണ്ട് ആരാധനയെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പ്രശ്നം അവരുടെ ക്രിസ്തീയ ജീവിതം കെട്ടിപ്പൊക്കുന്നത് ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, വെറും വികാരങ്ങളിലാണ്. ഫീലിങ്സ് ആണ് വികാരങ്ങളുടെ കൂടെ പോകുന്ന വേറൊരു കാര്യമാണ് ഫീലിങ്സ്. എന്താണ്? ഈ ഇമോഷൻസും ഉണ്ട്, ഫീലിങ്സും ഉണ്ട്. ഈ ഫീലിങ്സ് ക്യാൻ ബി സ്റ്റേർഡ് അപ്പ് അല്ലേ? വികാരങ്ങളെ നമുക്ക് ഈ കുത്തി ഇളക്കാം, അല്ലെങ്കിൽ ഇളക്കപ്പരിപ്പം ഉണ്ടാക്കാം. പക്ഷേ ഈ വികാരങ്ങളെല്ലാം കുത്തിപ്പൊക്കി ഇളകിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ സ്പിരിറ്റ്സ് മേ റിമെയിൻ അൺചേഞ്ച്ഡ്. അകത്തൊരു മാറ്റവും ഇല്ല. പലപ്പോഴും ഈ രണ്ട് കാര്യങ്ങളെ ഈ ചിലരും ഇക്വേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് വിചാരിക്കും. അങ്ങനെ രണ്ടും ഒന്നല്ല എന്ന് പറഞ്ഞ് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഡോണ്ട് ഇക്വേറ്റ് ഗൂസ് ബംസ് വിത്ത് ഗോഡ്സ് പ്രസൻസ്. ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ രോമാഞ്ചം വരിക, രോമം എഴുന്നേറ്റിക്കുക. ഞാനിപ്പോൾ ഡിക്ഷണറി നോക്കിയപ്പോൾ അതാണ് വാക്ക്. ചിലപ്പോഴെങ്കിലും നമുക്ക് ദൈവസന്നിധി വന്ന് ചില വചനമൊക്കെ കേൾക്കുമ്പോൾ, ചില ആരാധനയൊക്കെ അങ്ങോട്ട് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമുക്കും രോമാഞ്ചം വന്ന് ഇക്കിളി വന്ന് നമുക്ക് ഈ പറഞ്ഞാൽ ചൂടിങ്ങനെ ഇറങ്ങി, താഴേന്ന് തണുപ്പിങ്ങനെ കയറി, എൻ്റെ കൈയൊക്കെ പറയാൻ തുടങ്ങി, രോമം ഒക്കെ എഴുന്നേറ്റ് നിന്നു. ഇതാണ് ഗൂസ് ബംസ്. മനസ്സിലായല്ലോ? പക്ഷേ ഡോണ്ട് ഇക്വേറ്റ് ഗൂസ് ബംസ് വിത്ത് പ്രസൻസ് ഓഫ് ഗോഡ്. ഇതൊക്കെ എനിക്ക് സംഭവിച്ചെന്നിരിക്കും, പക്ഷേ അത് സംഭവിച്ചുകൊണ്ട് ദൈവസാന്നിധ്യമാണെന്ന് അങ്ങ് പറയരുത്. ചിലപ്പം ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പം ഇതൊന്നും കാണത്തില്ല. കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. രോമാഞ്ചം ഉണ്ടായിരുന്നു അവിടെ. വഞ്ചിക്കപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ചിലപ്പം ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുമ്പം ഈ ഒരു വികാരവും എനിക്ക് കാണത്തില്ല. പക്ഷേ ക്രിസ്തീയ ജീവിതം കാഴ്ചയാലല്ല, വികാരങ്ങളാലുമല്ല, വിശ്വാസത്താലത്രേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എൻ്റെ ആലോചനയാൽ നിന്നെ നടത്തും. പിന്നത്തേതിൽ എൻ്റെ മഹത്വത്തിലേക്ക് നീ എന്നെ ചേർത്തുകൊള്ളും. ഇത് വിശ്വസിക്കണം. അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്, ഞാൻ കുലുങ്ങി പോവുകയില്ല. അത് വിശ്വസിക്കണം. ഒരുപക്ഷെ ആരും എൻ്റെ കൈക്ക് പിടിച്ചെന്ന് എനിക്ക് തോന്നത്തില്ല, ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നത്തില്ല. പക്ഷേ അവിടെ എല്ലാം അങ്ങനെ ഇരിക്കുമ്പോഴും ഒരുപക്ഷെ ഏകാന്തനായിരിക്കാം, ഒരുപക്ഷെ ഇരുട്ട് മാത്രം, എനിക്കൊന്നും സംടൈംസ് യു മേ നോട്ട് ഈവൻ ഫീൽ ലൈക്ക് പ്രേയിങ്. ദാറ്റ്സ് ഓക്കെ. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആവാം. പക്ഷെ അവിടെയും ദൈവം കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ കൈവിടുന്നില്ല അല്ലേ? അപ്പം നമ്മുടെ വികാരങ്ങളും നമ്മുടെ ഇളക്കപ്പരിപ്പങ്ങളും നമ്മുടെ രോമാഞ്ചവും ഇതെല്ലാം ദൈവ സാന്നിധ്യമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യരുത്.